നമ്മുടെ കുട്ടികളുടെ ബോധവൽക്കരണത്തിനായി പള്ളുരുത്തി പബ്ലിക് ലൈബ്രറി സംഘാടകർ ഒരുക്കി തന്നിരിക്കുന്ന ഈ അവസരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗീതത്തോടെ നമുക്ക് ആരംഭിക്കാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. മനുഷ്യകുലത്തിന്റെ മഹാശത്രുവാണ് ലഹരി. ഈ മഹാവിപത്തിനെതിരെ ലോകത്തെ ഉണർത്താനാണ് ഈ ദിനാചരണം. കുടുംബത്തിലെ ശാന്തിയും സമൂഹത്തിന്റെ സമാധാനവും ഇല്ലാതാക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന ദുരന്തം വളരെ വലുതാണ്. എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം. നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്തുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ KP ജയറാം സാറിനും മറ്റ് ഓഫീസേഴ്സിനും ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ TK സുധീർ സാറിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി നമുക്ക് വേണ്ടി സംഘടിപ്പിച്ച പള്ളുരുത്തി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംഘാടകർക്കും പ്രത്യേകം പള്ളുരുത്തി പബ്ലിക് ലൈബ്രറി സെക്രട്ടറി തുളസീദാസ് സാറിനും റീറ്റാലിയൻ ഫാമിലിയുടെ പേരിലുള്ള സ്വാഗതം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ മിനി ആഗ്രസിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ റവറൻഡ് സിസ്റ്റർ ഹെലിന ആൽബിക്കും എല്ലാവരുടെയും പേരിൽ സ്വാഗതം നേരുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മളെ സ്വാഗത പ്രാസംഗിക ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ദുഷിപ്പിക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്ന ഒന്നാണ് ലഹരി എന്ന് പറഞ്ഞു. നമ്മൾക്ക് ഈ ലോകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, അല്ലേ? നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന നമ്മളെ ചിന്തകളെയും നമ്മളെ സ്വപ്നങ്ങളെയും നമ്മളെ ആഗ്രഹങ്ങളെയും അതുപോലെ നമ്മുടെ ശരീരത്തേക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ലഹരി. അതുകൊണ്ടാണ് ഇതിനെ സമൂഹത്തിൻ്റെ വിപത്തായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദോഷകരമായ ഒരു കാര്യമാണ് ഇത് സ്വാഗത പ്രസംഗികനായ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു. അപ്പം അത്രയും ദോഷകരമായ അല്ലെങ്കിൽ അത്രയും സമൂഹത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഈ ഒരു കാര്യത്തിലേക്ക് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളായ നിങ്ങൾ നാളെ ഈ ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാം വാഗ്ദാനവും സംരക്ഷണവും എല്ലാം ആയി മാറേണ്ട കുട്ടികളിൽ നിന്ന് തന്നെ അതിനെ ലഹരിയുടെ ആ വിപത്തിൽ നിന്നും ആപത്തിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ പലപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് റോസാ ചെടി, അല്ലേ? റോസാ ചെടിയിൽ ആ പുഷ്പം കാണാൻ നല്ല ഭംഗിയാണ്, അതിനോടൊപ്പം തന്നെ ഒരു മുള്ളു നിൽക്കുന്നു. നമ്മൾ ഈ ലോകത്ത് നിന്നും നമ്മൾ എടുക്കേണ്ടതും അതുപോലെ തന്നെയാണ്. ആ മുള്ള് നമ്മുടെ ദേഹത്ത് തൊടാതെ, നമ്മുടെ ദേഹത്തെ ആ മുള്ളിൻ നമ്മുടെ ദേഹത്ത് തൊട്ട് ചോര വരാതെ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഒരു വേദന ഉണ്ടാകാതെ നമ്മൾക്ക് ആസ്വദിക്കുവാനും അനുഭവിക്കാനും പറ്റുന്ന ആ റോസാപ്പൂവിനെ എടുക്കുന്നത് പോലെ ഈ സമൂഹത്തിലെ വിപത്തായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് നന്മ എന്താണോ വേണ്ടത്, നല്ല കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത്
നല്ല ചിന്തകൾ എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്, അത് മാത്രം എടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ലഹരി വിരുദ്ധ സന്ദേശത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ആ അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അമ്മയോട് കള്ളം പറയാം, അമ്മയോട് നുണ പറയാം, നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ, നമ്മളുടെ ചിന്തകളെ വലുതാക്കാൻ, നമ്മളുടെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങളെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾക്ക് ലഹരിക്കെതിരെ ഞാനും നിങ്ങളുമെല്ലാം ഒരു പോരാളിയായി നിന്നുകൊണ്ട് ഈ സമൂഹത്തിനെ കാർന്നിരുന്ന ലഹരിക്കെതിരെ പോരാടുമെന്ന് ഓരോരുത്തരും ആ ലഹരി എന്താണെങ്കിലും നമ്മളുടെ ചിന്തകളെ നശിപ്പിക്കുന്ന, നമ്മളുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്ന, നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മളുടെ ശരീരത്തെ ഇല്ലാതാക്കുന്ന ആ വിപത്തിനെ സമൂഹത്തിൽ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എൻ്റെ ധാർമ്മികതയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമെല്ലാം അതിനെതിരെ പോരാടും. അതിനുവേണ്ടി നമുക്കിന്ന് ദൃഢപ്രതിജ്ഞ എടുക്കാം. ആ ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾ തന്നെ മിടുക്കനായിട്ടുള്ള അല്ലെങ്കിൽ മിടുക്കിയായിട്ടുള്ള ഒരാളെ ഞാൻ ഈ വേദിക്ക് ആദ്യമായി ക്ഷണിക്കുക. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുന്നു. ലഹരിമുക്ത നവകേരളം പടർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്നും ഞാൻ ഇതിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ഇപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തു എല്ലാവരും അല്ലേ? അപ്പോൾ ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുമ്പോൾ അത് എല്ലായിടത്തും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പോരാട്ടം, അതിൻ്റെ ഒരു ചെറു കണ്ണിയായി നമ്മുടെ പ്രദേശം നമ്മളും മാറുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1987 ഐക്യരാഷ്ട്രസഭ ചേർന്ന് എടുത്ത തീരുമാനമാണ്. ഇത് ലോകത്തിനാകെ അപകടകരമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനാവശ്യമായ തരത്തിലുള്ള പ്രവർത്തനം എല്ലാ രാജ്യങ്ങളിലും നടത്തണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് ഓരോ വർഷം ചെല്ലുന്തോറും നമ്മൾ പോരാട്ടങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ 10 മടങ്ങ് ശക്തിയോടുകൂടി ഇതിൻ്റെ ഈ ലഹരി മാഫിയകൾ രാജ്യത്തും ലോകത്തും വട്ടമിട്ട് പറക്കുന്ന ചിത്രമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഓരോ ദിവസങ്ങളും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ എത്രയോ ലഹരി വേട്ടകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആസാമിൽ നിന്നും അതേപോലെ തന്നെ ബീഹാറിൽ നിന്നുമൊക്കെയുള്ള സ്ത്രീയും പുരുഷനും കഞ്ചാവും മയക്കുമരുന്നുമായി നമ്മുടെ കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ വ്യാപാരം നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. നമ്മുടെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി നമ്മുടെ കൊച്ചിയിൽ കൊണ്ടുവന്ന് വിപണനം നടത്തുന്ന അവസ്ഥ നമ്മുടെ കൺമുമ്പിൽ. ഇതെല്ലാം കാണുന്നത് പ്രധാനമായും കൊച്ചു കുട്ടികൾ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ യുവാക്കൾ എന്നുള്ള നിലക്ക് യുവാക്കളെയാണ് ഇത് കൂടുതൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. അവരിലൂടെയാണ് കൂടുതൽ പ്രചാരണവും ഒക്കെ ലഭ്യമാക്കാൻ
ഈ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ശൃംഖലകൾക്ക് കഴിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊച്ചുകുട്ടികൾ, നിങ്ങളിൽ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും? എന്താണ് ലഹരി? നമ്മുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്ന എന്തും ലഹരിയാണ്, അല്ലേ? അപ്പോൾ ഈ മയക്കുമരുന്ന് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ കൈവശമുള്ള ഫോൺ ഒരു ലഹരിയാണ്. ആ ഫോണിന് അടിമപ്പെട്ട് ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളുമൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലും രാജ്യത്തും ഒക്കെയുണ്ട്. ആ ഫോണിൽ നമുക്ക് എല്ലാം കിട്ടും, അല്ലേ? നമുക്ക് നല്ലതും ചീത്തയും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ചീത്തയിലേക്ക് പോയാൽ ആ ചീത്ത കണ്ട് ആസ്വദിച്ച് വീണ്ടും വീണ്ടും അതിലേക്ക് തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ അപകടത്തിലേക്ക് പോകും. അപ്പോൾ ആ അപകടത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എന്താണ് നമുക്ക് ആവശ്യം, നല്ലത്, അത് മാത്രം സ്വീകരിക്കുക, തിന്മയെ നമ്മൾ തള്ളിക്കളയുക എന്നുള്ള നിലപാട് സ്വീകരിക്കുക. ഓരോ കാര്യത്തിലും അത് തന്നെയാണ് എടുക്കുന്നത്. ഓരോ കാര്യങ്ങളിലും എടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. സ്വയം വരുത്തി വെക്കുന്ന വിന, ആ സ്വയം വരുത്തി വെക്കുന്ന വിന നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഇല്ലാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകളാണ് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാം. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ഇപ്പോൾ എടുത്തു. അത് പ്രാവർത്തികമാക്കാനുള്ള നടപടിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നീങ്ങണം എന്നുള്ളത്. നമ്മുടെ ഓരോ കുടുംബത്തിലെയും അന്തരീക്ഷങ്ങൾ, ആ കുടുംബാന്തരീക്ഷങ്ങൾ അത് ശാശ്വതമല്ല, നമ്മുടെ മനസമാധാനം കെടുത്തുന്നതാണ് എന്നുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെയാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കുട്ടികൾ വഴുതി വീഴാറ്. അച്ഛനമ്മമാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് തങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ്, അതല്ലെങ്കിൽ മറ്റ് സഹപാഠികളോടോ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സ്വന്തത്തിൽപ്പെട്ട ആരോടെങ്കിലുമോ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ പറഞ്ഞ് അതിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് നമ്മുടെ മനസ്സിലുള്ള ആ ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അടിപ്പെട്ട് പോകും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ജ്യേഷ്ഠന്മാർ ചില ഇടവഴികളിൽ, അല്ലേ, ആരും പെട്ടെന്ന് കടന്നു വരാത്ത വഴികളിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടാൽ അവരെ അതിലേക്ക് തള്ളിവിടാതെ കണ്ട്, അവരെ ഇതിന് അടിമപ്പെടാതെ കണ്ട്, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക. അതിന് നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ അത് ഗുണകരമാകുമെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും സംതൃപ്തമായി തീരുന്നത്. അപ്പം അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ്, അതല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ, നമ്മുടെ സ്കൂളിലുള്ളതാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകരോട് പറഞ്ഞ് അത് ഇല്ലായ്മ ചെയ്യുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. നാം ലഹരി ഒരു കാരണവശാലും കഴിക്കില്ല എന്ന്, ഈ ലഹരിക്ക് ഞാൻ ഇരയാകാതെ ഇരിക്കട്ടെ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ വിപത്തിനെ, ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അണിചേർന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഒരു ലഹരിമുക്ത പ്രദേശമാക്കി മാറ്റാനും, അങ്ങനെ അതിൻ്റെ ഭാഗമായി ഓരോരോ പ്രദേശത്തുള്ള ആളുകളും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഓരോരോ പ്രദേശവും ലഹരിമുക്തമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ കേരളം ലഹരിമുക്ത കേരളമാക്കാൻ
കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് സ്നേഹ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന, പള്ളുരുത്തി പബ്ലിക് ലൈബ്രറി ഭാരവാഹികളെ, സുധീർ സർ, സ്നേഹമുള്ള അധ്യാപകരെ, മറ്റ് ഭാരവാഹികളെ, പ്രിയ കുട്ടികളെ, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് നാം ആചരിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയെ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന മയക്കുമരുന്ന് ലഹരിയെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുവാനായിട്ട് നാം തയ്യാറാവുക. അപ്പം എന്തിനു വേണ്ടിയാണ് ഇന്ന് നിങ്ങൾക്കായി ഈ പബ്ലിക് ലൈബ്രറി സംഘാടകർ ഈ ലഹരി വിരുദ്ധ ആചരണം ഇവിടെ നടത്തുക? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണോ ആരെങ്കിലും? ഇല്ല. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഇപ്പോൾ വളർന്ന യുവതലമുറ ലഹരി മരുന്നിന് അടിമകളാണ് അല്ലേ? നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച്? നിങ്ങളെ മീഡിയയിലും ന്യൂസിലൊക്കെ കാണുന്നതല്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പം എന്തിനു വേണ്ടിയാണ് ഇന്ന് ഒരു ദിന ആചരണം ഇവിടെ നമ്മൾ നടത്തുക? അപ്പോൾ വളർന്നു വരുന്ന യുവതലമുറയാണ് നിങ്ങൾ. അപ്പം നിങ്ങളെ അതിനായിട്ട് ബോധവൽക്കരിക്കുക, ലഹരി ഉപയോഗിക്കില്ല എന്ന തീരുമാനമെടുക്കാൻ, പ്രതിജ്ഞ എടുക്കാൻ, നന്മയ്ക്കായിട്ട് പ്രയത്നിക്കുവാനായിട്ട് നിങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സ്കൂളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുക. അപ്പം നിങ്ങളെടുക്കേണ്ട തീരുമാനം ലഹരിയോട് എപ്പോഴും നോ പറയുവാൻ, ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന ഒരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തു. അപ്പോൾ അതിനുവേണ്ടി നല്ല ഒരു ലഹരി വിരുദ്ധമായ ഒരു സമൂഹത്തെ, ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം, ഇന്നത്തെ യുവതലമുറ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക ലഹരിയിലാണ് അല്ലേ? നാം കാണുന്നതാണ്. പ്രിയ കുട്ടികളെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ധൈര്യത്തോടെ പോരാടി വിജയത്തിലെത്തുക എന്ന ലഹരിയായിരിക്കണം നിങ്ങൾ നേടിയെടുക്കേണ്ടത്. ആ ഒരു ലഹരി, ജീവിത വിജയം നേടുക എന്ന ലഹരി, നന്മ സ്വീകരിക്കുവാനുള്ള ലഹരി നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒപ്പം ലഹരി ഉപയോഗിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ വിജയം നേടില്ല. അവരെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അല്ല, ലഹരിയുടെ ഉപയോഗം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ പഠനത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ കടന്നു പോകും. നമുക്ക് കാണുന്നത് അതുതന്നെയാണ്. ലഹരി ഉപയോഗിക്കുന്ന യുവതലമുറ നാശത്തിലേക്ക് പോകുന്നു. ഒരിക്കലും ജീവിതത്തിൽ അവർക്ക് വിജയമില്ല, നന്മയില്ല, ഒരു അവസ്ഥയിലേക്കാണ് അവർ പോവുക. അപ്പം ലഹരി ഉപയോഗിക്കുന്നവൻ സ്വയം നാശത്തിലേക്ക് തന്നെയാണ് പോവുക. അപ്പം ലഹരിയെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ലഹരി ഒരിക്കലും ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. വളർന്നു വരുന്ന യുവതലമുറ എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ലഹരിയോട് എപ്പോഴും നോ പറയാൻ എനിക്ക് സാധിക്കുക. ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെ നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ വ്യക്തിമാരെയും അനിയന്മാരെയൊക്കെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പം സ്വയനാശത്തിലേക്ക് നയിക്കുന്ന ലഹരി ഒരിക്കലും ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരിക്കലും എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവരുത്. ബൈബിൾ പ്രകാരം ഒരു വചനമുണ്ട്: വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകം നഷ്ടപ്പെടും. അപ്പോൾ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരെന്തോ എന്തായിത്തീരും? സമൂഹത്തിന് മുന്നിൽ പരിഹാസപാത്രങ്ങളാകും, കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ കലഹം നൽകുന്നവരാകും, ഒരിക്കലും വിവേകമുണ്ടാവില്ല, ബുദ്ധിശൂന്യരാകും, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. പ്രിയ കുട്ടികളെ, ഇപ്പം നമ്മളിന്ന് പ്രതിജ്ഞ എടുത്തു. ഈ പ്രതിജ്ഞ പാലിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. എപ്പോഴും ലഹരിയോട് നോ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്. യെസ് യു ക്യാൻ ഡു. താങ്ക് യു. ആവുന്നതും പരിചയമില്ലാത്ത ആൾക്കാർ, നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം ഒരു മിഠായി തന്നെയാണ് മധുരം കഴിക്കുക എന്നത്. അപ്പൊ ആരെങ്കിലും പരിചയമില്ലാത്തവർ സ്വീറ്റ്സ് തന്നാൽ അത് സ്വീകരിക്കാതിരിക്കും. സ്കൂളിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുന്നോ എളുപ്പത്തിൽ ഇടവഴികളിലൂടെ പോകാതിരിക്കുക. അങ്ങനെ ഇടവഴികളിലൂടെ പോയാൽ അത് കൂടുതൽ യാത്രക്കാരുള്ള വഴികളായിരിക്കണം. യാത്രക്കാർ നീങ്ങിയ വഴികളിലൂടെ പോവുക. നമ്മൾ പ്രതിജ്ഞ എടുത്തെന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ നമ്മൾ എടുത്തത് ശരിയാണ്. പക്ഷെ ഒരാളും മനഃപൂർവ്വം അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ലഹരിയിലേക്ക് കടക്കില്ല. ലഹരിയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്.
അങ്ങനെ എത്തപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ കർത്തവ്യവും അത് കടമയും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എല്ലാ ലൈബ്രറികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനിവിടെ അവസരം ഒരുക്കി തന്ന സിസ്റ്റർ പ്രിൻസിപ്പളിനോടും മാനേജർ സിസ്റ്ററോടും മറ്റ് സ്കൂൾ ഭാരവാഹികളോടും ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ കൃതജ്ഞത ലൈബ്രറിക്ക് വേണ്ടിയും വ്യക്തിപരമായും ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ ഇന്നിവിടെ ഇത് ശ്രവിക്കാനെത്തിയ ഈ കൊച്ചുമക്കളെയും മറ്റ് പൊതുപ്രവർത്തകരെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ലൈബ്രറിയുടെ പേരിലും കൃതജ്ഞ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.